ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മള് ഇന്ന് എന്താ പഠിക്കുന്നതെന്ന് വെച്ചാല് നാച്ചുറൽ സയൻസിലെ ഏതാണ് സോറി ഡിസ്റ്റർബൻസ്, കുറച്ച് കഴിയുമ്പോൾ ആള് നിർത്തിക്കോളൂ കേട്ടോ. ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ സയൻസിലെ എന്താണ് മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ മസ്തിഷ്കം നമ്മുടെ തലച്ചോറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെയുണ്ട്, അതായത് ഓരോ തലച്ചോറിലെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് നമുക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെറുപ്പം മുതൽ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ ബയോളജിയിലാണ് നമ്മൾ പഠിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോംസുകളെ പറ്റിയിട്ട്. അതായത് സെറിബം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്, അങ്ങനെ ഓരോ പാർട്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ. അതായത് ഇപ്പൊ ഈ പിക്ചറിൽ കണ്ടിട്ടില്ലേ, ഓരോ വെവ്വേറെ കളറുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഓരോന്നിനും, അതായത് ഇപ്പൊ സെറിബ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്, സെറിബെല്ലം ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതല്ല വെറുതെ ഒരു തലച്ചോറ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്തകളും ഇത് വളർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനം മാത്രമല്ല, ചിന്തകൾ തരുന്നത്. ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് 4 കാലയിൽ നിൽക്കേണ്ടി വരുന്നത്, അതൊക്കെ തലച്ചോറിലെ ഓരോ ഭാഗങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് മസ്തിഷ്കം, എന്താണ് ബ്രെയിൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. മസ്തിഷ്കം, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്താണ്? മസ്തിഷ്കം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ബ്രെയിനിന്റെ പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇപ്പൊ ഞാനിവിടെ കാണിച്ചത് കണ്ടില്ലേ, ഇങ്ങനെ ന്യൂറോൺസുകൾ ഉണ്ടാവും. ഒരുപാട് ന്യൂറോണുകൾ കൂടി ചേർന്ന് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉള്ള ഭാഗം ഏതാണ്? മസ്തിഷ്കമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഫ്രിനോളജി. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, അതായത് ഓരോ തരത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജി. ഫ്രിനോളജി എന്ന് പറഞ്ഞ പഠനശാഖയിലാണ് മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി, അതെന്താണ്? കപാലം. തലയോട്ടി ഇല്ലേ, അതാണ് അതിന് പറയുന്നതാണ് കപാലം എന്നാണ് കേട്ടോ പറയുന്നത് മലയാളത്തിൽ. തലയോട്ടി, സ്കള്ള്, ഇംഗ്ലീഷിൽ സ്കള്ള് എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഈ ഒരു അസ്ഥിയാണ്, ഈ തലയോട്ടിയാണ്. ഈ തലയോട്ടി പൊട്ടി അതിലേക്ക് ക്ഷതം വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കുന്നത്, ഓർമ്മക്കുറവുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരണമോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ തലയോട്ടിയിലും ക്ഷതം ഏറ്റ് അതിന്റെ ഉള്ളിലേക്കും ക്ഷതം പോയിട്ടാണ് മരണകാരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നിരുന്നാലും ഈ തലയോട് എന്ന് പറയുന്നത് അത്രയ്ക്ക് എങ്ങനെ പൊള്ളയൊന്നും അല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈമുട്ടും കൊണ്ടൊന്ന് തലയിൽ ഇങ്ങനെ ഇടിച്ചു നോക്ക്, ഇങ്ങനെ ക്ലിങ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ച കേൾക്കുന്നില്ലേ? അത് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. പക്ഷെ ഈ സ്ട്രോങ് സാധനത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ആഘാതം ഉണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് തലയോട്ടി പൊട്ടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. അതാണ് തലയോട്ടി പൊട്ടി മരിച്ചു അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അത് ഇതെങ്ങനെയാണ്, അതായത് തലയോടും പൊട്ടി ഉള്ളിലേക്ക് ക്ഷതം ഏറ്റിട്ടാണ് മരണമൊക്കെ സംഭവിക്കല്. അപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം, അതായത് തലയോട്. കപാലത്തെ കുറിച്ചുള്ള പഠനം. ഇനിയിപ്പോ ഈ മസ്തിഷ്കം, അതായത് ഈ തലയോടിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? മസ്തിഷ്കം ഇരിക്കുന്നത്. മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കുന്നത് എന്താണ്? ഫ്രിനോളജി. എന്നാല് ഇതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഈ കപാലം എന്ന് പറയുന്ന സംഭവം, തലയോട്ടിയെ കുറിച്ച് പഠിക്കുന്നതിന് എന്താണ് പറയുന്നത്? ക്രിനിയോളജി എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ഫ്രിനോളജിയും ഒന്ന് ക്രിനിയോളജിയും. മസ്തിഷ്കമാണെങ്കിൽ ക്രിനിയോളജി, കപാലമാണെങ്കിൽ എന്താണ് ക്രിനോളജി. അപ്പൊ അത് വ്യക്തമായില്ലേ? ഇനി അടുത്തത് മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം. അത് 1400 ഗ്രാം ആണ്. അപ്പൊ നമ്മുടെ ഏകദേശം ഓരോരുത്തർക്കും ഓരോ ഭാരമായിരിക്കും തലയ്ക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ശരാശരി കണക്കാക്കുന്ന സമയത്ത് 1400 ഗ്രാം ആണ് ഒരു മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1400 ഗ്രാമോളമാണ് വരുന്നത്. കപാലത്തിന്റെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. അപ്പൊ 8 കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ കപാലം നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ കപാലത്തിന്റെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. 8
കപാലങ്ങളാണ്, അതായത് 8 കപാലസ്ഥികളാണ് നമ്മുടെ ഇതിലുള്ളത്, ഈ തലച്ചോറിന്റെ പുറമേ ഉള്ളത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണത്തെ പറയുന്നത് എന്താണ്? മെനിഞ്ചസ് എന്നാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം, അതിനെ പറയുന്ന പേരെന്താണ്? മെനിഞ്ചസ്. ഇനി മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണ്? സെറിബൽ സ്പൈനൽ ദ്രവമാണ്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം സെറിബൽ സ്പൈനൽ ദ്രവം. സെറിബൽ സ്പൈനൽ ദ്രവമാണ് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം എന്ന് പറയുന്നത്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ സെറിബോ സ്പൈനൽ ദ്രവമാണ്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ പറഞ്ഞു മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണത്തിനെ പറയുന്ന പേര് മെനിഞ്ചസ് എന്നാണ്. എന്നാൽ ഈ മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്രവമുണ്ട്, അതെന്താണ്? സെറിബോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഏതാണ്? ഈ സെറിബോ സ്പൈനൽ ദ്രവമാണ്. ഈ സെറിബോ സ്പൈനൽ ദ്രവം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ആഘാതങ്ങളൊക്കെ ഏറ്റാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈ സെറിബോ സ്പൈനൽ ദ്രവത്തിനെയും തകർത്തോണ്ട് പോകുന്നതൊക്കെയാണ് മരണകാരണങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങള്, ഓക്സിജന്, അതായത് മസ്തിഷ്കത്തിലേക്ക് പോഷകവും ഓക്സിജനും എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ സെറിബോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. അപ്പൊ ചില്ലറ കാര്യമൊന്നുമല്ല ഈ ഒരു ഫ്ലൂയിഡ് ചെയ്യുന്നത്, അത് നല്ലോണം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി മെനിഞ്ചസിലാണ് ഈ സംഭവം നിറഞ്ഞു നിൽക്കുന്നത്. സെറിബോ സ്പൈനൽ ദ്രവം എവിടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്? മെനിഞ്ചസിലാണ്. ഇനി മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അതാണ്. ആദ്യം ഏതാ? സെറിബം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്. ഇത്രയാണ്. തലാമസ് കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണ് തലാമസ് എന്താണ് വേറെ ഒരു എടുത്തു പറയേണ്ട തരത്തിലുള്ള ശാഖ ആയതുകൊണ്ട്, എന്നാലും ഉണ്ട് സംഭവം. ഇപ്പൊ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഭാഗങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്. ഇത്രയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഏതാണ്? സെറിബൽ ത്രോബോസിസ്. ഈ സെറിബൽ ത്രോബോസിസ് കാരണം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ കട്ട പിടിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് രക്തക്കുഴലുകൾ ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ അല്ലെ. അപ്പൊ ഈ രക്തക്കുഴലുകൾ അവിടെ ഫ്രീസ് ആവുക, അതായത് കട്ട പിടിച്ചു പോകുക, ആ അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? സെറിബൽ ത്രോബോസിസ് എന്നാണ് പറയുന്നത്. ഈ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ, അതിനെന്താണ്? സെറിബൽ ഹെമറേജ് എന്നാണ് പറയുന്നത്. അതായത് ഈ തലച്ചോറിലേക്കുള്ള ഈ പോകുന്ന രക്തക്കുഴലുകൾ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ എന്താണ്? സെറിബൽ ഹെമറേജ് എന്ന് പറയും. സെറിബൽ ഹെമറേജ് ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങിയൊക്കെ വീഴും, കാരണം ഈ രക്തക്കുഴലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നതുകൊണ്ട്. ഇനി മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ എന്താ? മെനിഞ്ചൈറ്റിസ്. ഈ മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനിഞ്ചസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ മെനിഞ്ചസ്? മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാരികളുള്ള ആവരണമാണ് എന്ത്? മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ എന്താണ്? മെനിഞ്ചൈറ്റിസ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായില്ലേ മസ്തിഷ്കത്തിന്റെ? ഇതാണ് പ്രധാനമായിട്ടും മസ്തിഷ്കത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതായത് എന്താണ് മസ്തിഷ്കം, മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ എന്താണ്, എത്ര വെയിറ്റ് ഉണ്ട്, എത്ര അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി കപാലം അഥവാ തലയോട്. കപാലത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ക്രിനോളജി. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാ? 1400 ഗ്രാം. കപാലത്തിന്റെ അസ്ഥികളുടെ എണ്ണം 8. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം എന്താണ്? മെനിഞ്ചസ്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം എന്താണ്? സെറിബോ സ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? സെറിബോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗം സെറിബം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസും കൂടി ഉണ്ട്. എന്താണ് കൂടെ തന്നെ പഠിച്ചോളൂ കേട്ടോ. തലാമസ്, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ എന്താണ്? സെറിബൽ ത്രോബോസിസ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥ എന്താണ്? സെറിബൽ ഹെമറേജ്.
മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ്. ഇനി നമുക്ക് മസ്തിഷ്കത്തിൽ ഓരോ ഭാഗങ്ങളെ എടുത്തു പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ, അതായത് പക്ഷാഘാതം വരുന്നതിന് കാരണം എന്താ? ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് പക്ഷാഘാതം വരുന്നത്. എന്ത്? സെറിബ്രൽ ത്രോബോസിസും സെറിബ്രൽ ഹെമറേജും കൂടെ കൂടി ചേരുമ്പോഴാണ് പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം സംഭവിക്കുന്നത് കേട്ടോ. അപ്പോ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ? അത് സെറിബ്രം. സെറിബ്രം എന്താ നോക്കാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. സെറിബ്രമാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഒരടുത്ത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ സെറിബ്രം ആണ്, അതായത് തലച്ചോറിലെ ഏറ്റവും വലിയ എന്താണ് ഭാഗമാണ് എന്ന് ഉറപ്പിക്കണം മനസ്സിൽ പറഞ്ഞ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം. ഭാവന, ചിന്ത, ഇത് സ്വബോധം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. എന്ത്? നമ്മുടെ ഭാവനകള്, നമ്മുടെ ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം ആണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. അതായത് നമ്മൾക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും ആരാണ്? ഈ സെറിബ്രം എന്ന് പറയുന്ന ഭാഗമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗവും സെറിബ്രമാണ്. അതായത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഈ സെറിബ്രമാണ് എന്നാണ് പറയുന്നത്. ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗവും സെറിബ്രമാണ്. അപ്പൊ സെറിബ്രത്തിനുള്ളിൽ ധാരാളം മടക്കുകളും ചുളിവുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും വലിയ ഭാഗമായതുകൊണ്ട് തന്നെ പല മടക്കുകളും ചുളിവുകളും ഉണ്ടാവും. സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നു. അത് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള നിലയ്ക്ക് പഠിക്കുക. അതായത് സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം എവിടെയാ? വലത് അർദ്ധഗോളം ഇടത് ഭാഗത്തെ, അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇടതിനെ നിയന്ത്രിക്കുന്നു. ഇടത് അർദ്ധഗോളം എന്താ? ശരീരത്തിന്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നു. സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കൾ ഏതാണ്? കോർപ്പസ് കലോത്സം. സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കളാണ് എന്ത്? കോർപ്പസ് കലോത്സം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കൾ ആണ് കോർപ്പസ് കലോത്സം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. അപ്പൊ ബ്രോക്കസ് ഏരിയ ആണ്, അല്ല, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ബ്രോക്കസ് ഏരിയക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതെ വരുമ്പോഴൊക്കെയാണ് ഈ സംസാരശേഷി ഇല്ലാത്തവരുണ്ടാവുന്നത്. അതായത് ഊമകൾ എന്ന് നമ്മൾ പറയില്ലേ, അവർക്ക് ഈ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തത്. അപ്പൊ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ ആണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേരു കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഐസ്ക്രീം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സാധാരണ എപ്പോഴും കഴിക്കുന്ന ഒരു ഐസ്ക്രീം ഇപ്പൊ മൈൻഡിൽ വന്നിട്ടുണ്ടാവൂലേ? അപ്പോ അതിന് കാരണം എന്താണ്? ഈ പറയുന്ന സെറിബ്രത്തിലെ വെർണിക്സ് ഏരിയ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. എന്റെ പേര് തന്നെ ഉണ്ട്, ഗ്രാഫിക്സ്, വെർണിക്സ്, രണ്ടും തമ്മിൽ നല്ല സിമിലാരിറ്റി ഇല്ല, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ വെർണിക്സ് ഏരിയ, വർണ്ണങ്ങൾ, വെർണിക്സ്, ഗ്രാഫിക്സ്, വർണ്ണങ്ങൾ, അപ്പൊ അതെന്താ? വെർണിക്സ് ഏരിയ. അങ്ങനെ ഒരു രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ അതായത് മലയാളവും ഇംഗ്ലീഷും കൂടെ കൂടിക്കലർന്നു എന്നുള്ള ഒരു നിലയ്ക്ക് പഠിക്കാം. വെർണിക്സ് ഏരിയ. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഏതാണ്? അത് പുറമേയുള്ള ഭാഗം ഏതാണ്? കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏതാണ്? മെഡുല. അപ്പൊ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടക്സും സെറിബ്രത്തിന്റെ ആന്തരഭാഗം എന്താണ്? മെഡുലയുമാണ്. ഇത്രമാണ് സെറിബ്രത്തെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം, ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം,
മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം. ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലതുഭാഗത്തെയും നിയന്ത്രിക്കുന്നു. സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കൾ ഏതൊക്കെയാണ്? ഏതാണ്? കോർപ്പസ് കലോസം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേരു കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ്, സെറിബ്രത്തിന്റെ ആന്തരഭാഗം മെഡുല. ഇത്രയാണ് സെറിബ്രത്തെ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് സെറിബെല്ലം എന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്ത്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ, അപ്പൊ ആദ്യത്തെ വലുത് ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ രണ്ടാമത്തത് ആരാണ്? സെറിബെല്ലമാണ്. സെറിബ്രത്തിന്റെ അനിയൻ സെറിബെല്ലം. അപ്പൊ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? ഈ സെറിബെല്ലമാണ്. ഞാൻ പറഞ്ഞു സെറിബ്രത്തിന്റെ അനിയൻ ആയതുകൊണ്ട് തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബ്രത്തിന്റെ പിൻവശത്ത് രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. മറ്റേതിൽ എന്തായിരുന്നു? ചുളിവുകളും എന്താണ് ഇത് മാറിപ്പോയത് കേട്ടോ. ഒന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് എ മിനിറ്റ്, നമ്മളിപ്പോ പറഞ്ഞല്ലേ നിർത്തിയുള്ളൂ. ധാരാളം മടക്കുകളും ചുളിവുകളുമാണ് ഒരെണ്ണത്തിലല്ല. സെറിബത്തിലുള്ളത് മടക്കുകളും ചുളിവുകളുമാണ് കേട്ടോ. എന്നാൽ സെറിബെല്ലത്തിലാണെങ്കിൽ ചുളിവുകളും ചാലുകളുമാണ് ഉള്ളത്. മാറിപ്പോരുത്. അതായത് മടക്കും ചുളിവും ചോദിക്കുകയാണെങ്കിൽ അത് സെറിബാണ്. ചുളിവും ചാലും ചോദിക്കുകയാണെങ്കിൽ അത് എന്താ? സെറിബെല്ലമാണ്. അപ്പൊ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? സെറിബെല്ലമാണ്. അപ്പൊ ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത്, അത് ശരീരത്തിന്റെ ഒരു തുലനാവസ്ഥ ഉണ്ടാവുമല്ലോ, അത് ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ ബാലൻസിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഈ പറയുന്ന സെറിബെല്ലമാണ്. ചിലർക്ക് ബാലൻസ് പോയി വീണു എന്നിങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ? അതായത് അവരുടെ ഈ ഇതിന് സെറിബെല്ലത്തിന് എന്തെങ്കിലും പറ്റുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അത് തലകറക്കം കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം, അത് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് എന്താണ് ഈ ഒരു ഉന്മാദാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ സെറിബെല്ലമാണ്. അപ്പൊ എന്തൊക്കെയാണ് സെറിബെല്ലത്തിന്റെ വിശേഷണങ്ങൾ? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ഇനി ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇതൊക്കെയാണ് സെറിബെല്ലത്തിന്റെ വിശേഷണങ്ങൾ. അടുത്ത തലാമസ്. തലാമസ് എന്താ നോക്കാം. ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? മസ്തിഷ്കത്തിലെ തലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗവും തലാമസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ഗുളിക കഴിച്ചതിന്റെ എഫക്റ്റ്, അതായത് ആ വേദന കുറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഗുളിക കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ഗുളികയുടെ എഫക്റ്റ് നമുക്ക് തരുന്നത് ആരാണ്? ഈ തലാമസ് ആണ്. അതന്നെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം. സെറിബ്രത്തിൽ നിന്നും ജസ്റ്റ് മിനിറ്റ്, അത് തന്നെ സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം എന്താണ്? ഈ തലാമസ് ആണ്. അതായത് സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള, അതായത് നിന്നും പിന്നെ സെറിബ്രത്തിലേക്കുമുള്ള, അതിലേക്ക് തന്നെ സെറിബെല്ലം അല്ലാട്ടോ, രണ്ടും സെറിബം തന്നെയാണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം ഏതാണ്? ഈ തലാമസ് ആണ്.
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗവും ഏതാണ്? തലാമസ് ആണ്. അപ്പോ എന്താ ചെയ്യുന്നത്? എന്താണ് ആള് ഈ ഒരു പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗവും ഏതാണ്? തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും ഏതാണ്? തലാമസ് ആണ്. നിദ്രാവേളകളിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങി കിടക്കാൻ സഹായിക്കുന്ന ആരാണ്? ഈ തലാമസ് ആണ് കേട്ടോ. അപ്പൊ നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് തലാമസ്? മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം, സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം. ഇത്രയുമാണ് കേട്ടോ. അടുത്തത് മെഡുല ഒബ്ലാങ്കേറ്റ. എന്താണ് മെഡുല ഒബ്ലാങ്കേറ്റ? മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ഞാൻ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനങ്ങളും ഐച്ഛിക പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ഐച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ ഏതായിരുന്നു? അത് സെറിബ്രം ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സെറിബ്രം എന്ന് പറയുന്നത് ഏതാണ്? ഐച്ഛിക പ്രവർത്തനങ്ങളാണ്. പിന്നെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ഹൃദയത്തിന്റെ സ്പന്ദനവും പിന്നെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസവും എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പം ഈ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളത് വരുമ്പോഴാണ് നമ്മൾ ഈ ഛർദിക്കലും തുമ്മലും ചുമയൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്താണ്? ഒരു ദണ്ടിന്റെ ആകൃതിയിലാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഉള്ളത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ ദണ്ഡാകൃതിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ലേ? അടുത്തയാളാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ആര്? ഹൈപ്പോതലാമസ്. ആന്തരിക സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം. ഇതൊക്കെ ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്, പിന്നെ ഒരു കാര്യം കൂടെ ഹൈപ്പോതലാമസ് ചെയ്യുന്നുണ്ട്. അടുത്ത പേജിലാണ് അക്ഷരം. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. എന്താ? രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഹൈപ്പോതലാമസ് ചെയ്യുന്നത്? ആന്തരിക സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം, ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. നമ്മുടെ ശരീരത്തിൽ ഒരു ഊഷ്മാവ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കം. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ആവശ്യത്തിന് മാത്രം നിയന്ത്രിച്ച് നിർത്തുന്നത് ആരാണ്? ഈ ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി ഇത് മൂന്നും നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഈ ഹൈപ്പോതലാമസിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ നമുക്ക് വിശപ്പും ദാഹവും ലൈംഗികാസക്തിയും ഒക്കെ നമ്മളാ വിചാരിച്ച നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇത് എസ്പെഷ്യലി ലൈംഗികാസക്തി കൂടുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടാവുന്നത് എന്തൊക്കെയാന്ന് കാണുന്നുണ്ടല്ലോ. അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയാത്ത കുറെ ആൾക്കാരാണ് ഓരോ ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നത്. എല്ലാവരും അവനവനെ തന്നെ സൂക്ഷിക്കുക, അതേ പറയാനുള്ളൂ ആ ഒരു കാര്യത്തില്. അപ്പോ
സോറി കേട്ടോ, ഇതിങ്ങനെ കൈ തട്ടുമ്പോൾ മാറിപ്പോകുന്നതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു. നമുക്ക് സുഷുമ്നാ നാഡി, സുഷമയല്ല കേട്ടോ, സുഷുമ്നാ നാഡിയാണ്. സുഷുമ്നാ നാഡി വേണമെങ്കിൽ നിങ്ങൾ സുഷുമ്നാ നാഡീനെ ഒരു പെണ്ണായിട്ട് കണ്ടോളൂ. അപ്പൊ അതാണെങ്കിൽ എന്താണ്, അപ്പൊ ഈ സുഷുമ്നാ നാഡി എന്തൊക്കെയാണ് ഒരു വീട്ടിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ തലച്ചോറ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ സങ്കല്പിച്ച് പഠിക്കുക. നമുക്ക് എന്താടാ, നമുക്ക് പഠിച്ചാൽ മതി. ഇതെങ്ങനെ നമ്മുടെ തലയിൽ നിർത്തും എന്നുള്ള തരത്തിൽ നമ്മൾ പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് എന്ത് തരത്തിൽ സങ്കല്പിക്കാം. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളുടെ കൈയിനെയും കാലിനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇതാക്കി എടുക്കാം. മീൻസ് എന്താണ്, ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ കഴിയുമല്ലോ. അതല്ലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇമാജിനേഷൻ ചെയ്യാൻ കഴിയും. ഇമാജിനേഷൻ ചെയ്ത് പഠിച്ചോളൂ, എത്ര രസകരമാണെന്നറിയോ. അങ്ങനെ ഇപ്പൊ ഈ നമ്മൾ ചില സമയത്ത് ചില ഫിലിമൊക്കെ കാണുമ്പോൾ, പിന്നെ ഈ ഫാന്റസി ഫിലിംസ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മളായിരുന്നെങ്കിൽ ആ രാജകുമാരി, അല്ലെങ്കിൽ ആ രാജകുമാരൻ നമ്മളായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് കൂട്ടുമല്ലോ ചിലപ്പോഴൊക്കെ. അങ്ങനെ ഉണ്ടാവാതിരിക്കാം. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഫിലിം ക്യാരക്ടേഴ്സിനോട്, ആ ചെയ്ത കഥാപാത്രത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നലുണ്ടാവുമല്ലോ. അത് നമ്മളായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ. അപ്പൊ സുഷുമ്നാ നാഡി മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് ആര്, സുഷുമ്നാ നാഡി. അപ്പൊ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട്, അതായത് മെഡുല്ല ഒബ്ലാങ്കേറ്റ അവിടെ നിൽക്കുന്നില്ല, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നത് ആരാണ്, ഈ സുഷുമ്ന ആണ് കേട്ടോ. അപ്പൊ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറൽ കനാലിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ന്യൂറൽ കനാലിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആളാരാ, സുഷുമ്നയാണ്. അപ്പൊ സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം എന്താണ്, ന്യൂറൽ കനാലാണ്. സുഷുമ്നയുമായി യോജിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പൊ സുഷുമ്നയുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്ന, അതേപോലെ ഇവര് സുഷുമ്നയും മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്താണ്, വളരെ യോജിച്ചാണ് മസ്തിഷ്ക ഭാഗത്തിൽ ഇരിക്കുന്നത്, അവർ യോജിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്, മെനിഞ്ചസ്. അപ്പൊ എന്താണ്, ബ്രെയിനിനെ മാത്രമല്ല സുഷുമ്നയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലവും മെനിഞ്ചസ് തന്നെയാണ് കേട്ടോ. സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. അപ്പൊ എന്താ മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധയ്ക്ക് പറയുന്നത് എന്തായിരുന്നു, മെനിഞ്ചൈറ്റിസ്. നടത്തം, ഓട്ടം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് ആരാണ്, സുഷുമ്നയാണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് ആരാണ്, സുഷുമ്നയാണ്. സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്, ഡോർസൽ റൂട്ടിലൂടെയാണ്. സുഷുമ്നയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത്, നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറി ചെന്നാല് ആ വീടിന്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് എന്താ, വീട് തന്നെ വേണ്ട, നമുക്ക് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോ എന്താണ്, ഡോറ് തുറന്നിട്ട് വേണമല്ലോ പ്രവേശിക്കാൻ. അപ്പൊ എന്താ, സുഷുമ്നയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നതിന് പറയുന്നത് എന്താണ്, ഡോർസൽ റൂട്ട്. അത് ഡോറ് തുറന്ന് ഡോർസൽ റൂട്ട്, അങ്ങനെ ഒരു ഇതില് പഠിക്കുക. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താ, വെൻട്രൽ റൂട്ട്. വെന്റ്, WENT, വെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തേക്ക് പോവാ, അതായത് പൊയ്ക്കോ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതെന്താ, വെൻട്രൽ റൂട്ട്. അപ്പൊ എങ്ങനെയാണ് സുഷുമ്നയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത്, ഉള്ളിലേക്ക് കയറുന്നത് ഏതിലൂടെയാണ്, ഡോർസൽ റൂട്ടിലൂടെ. ഡോറ് തുറന്നാണ് കയറി പോകുന്നത്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെ, അതായത് വെന്റ്, യു വെന്റ് അവേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ അത് വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അത് മറക്കരുത് കേട്ടോ. അടുത്തത്, ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്, അതും സുഷുമ്നാ നാഡിയാണ്. ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സുഷുമ്നാ നാഡിയാണ്. അപ്പൊ സുഷുമ്നാ നാഡി എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം ന്യൂറൽ കനാൽ. സുഷുമ്നയുമായി യോജിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ്.
നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് ആരാണ്? സുഷുമ്നയാണ്. സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദാവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? ഡോർസൽ റൂട്ടിലൂടെ. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താ? വെൻട്രൽ റൂട്ടിലൂടെ. ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സുഷുമ്നാ നാഡിയാണ്. അതായത് എന്താ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നാ നാഡിയാണെന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ റിഫ്ലക്സ് പ്രവർത്തനം? ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളാണ് എന്ത്? റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത. ആവേഗങ്ങൾ രൂപപ്പെടുന്നത് ഗ്രാഹി. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? സംവേദനാഡി. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ്? പ്രേരക നാഡി. അപ്പൊ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എങ്ങനെയാണ്? ആവേഗങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ഗ്രാഹിയിലാണ് ആവേഗങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? സംവേദനാഡിയാണ്. അപ്പോൾ സംവേദനാഡിയാണ് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ്? പ്രേരക നാഡി. അപ്പൊ സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്ന നാഡി പ്രേരക നാഡി. സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന നാഡീകോശം ഏതാണ്? ഇന്റർന്യൂറോൺ. സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന നാഡീകോശം ഇന്റർന്യൂറോൺ ആണ്. സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ഇന്റർന്യൂറോണിലാണ്. സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ഇന്റർന്യൂറോണിലാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്താണ്? റിഫ്ലക്സ് ആർക്കാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത റിഫ്ലക്സ് ആർക്ക്. പ്രധാനമായും റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി സുഷുമ്നയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. ഇപ്പൊ പ്രധാനമായും റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് സുഷുമ്ന ആയതുകൊണ്ട് തന്നെ ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാണ്. എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, റിഫ്ലക്സ് ആക്ഷനുകൾ എന്ന് പറയുമ്പോൾ എല്ലാ റിഫ്ലക്സ് ആക്ഷനും സുഷുമ്നയുടെ നിയന്ത്രണത്തിലാണ് എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ എല്ലാം ഒന്നും സുഷുമ്നയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. റിഫ്ലക്സ് ആക്ഷന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ്. അല്ലെങ്കിൽ ഇയാൻ പാവ്ലോവ് എന്ന് പഠിച്ചാലും മതി. ഈ പെട്രോവിച്ച് അത് മിഡിൽ നെയിം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് മിഡിൽ നെയിം കിട്ടിയില്ലെങ്കിലും എന്താണ് ഈ ലാസ്റ്റ് നെയിം എല്ലാവർക്കും ഒരേപോലെ അധികവും കാണില്ല. മിഡിൽ നെയിം ഒക്കെ ഒരേപോലെ പലർക്കും ഉണ്ടാകും, പക്ഷെ ലാസ്റ്റ് നെയിം അങ്ങനെ അപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എന്തായാലും പഠിക്കാം. ഒന്നിൽ ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്ന് തന്നെ ഫുള്ളായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇയാൻ പാവ്ലോവ് എന്നെങ്കിലും പഠിക്കുക കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കണേ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്തൊക്കെയാണ്? ആവേഗങ്ങൾ രൂപപ്പെടുന്നത് ഗ്രാഹിയിലാണ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? സംവേദനാഡിയാണ്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ്? പ്രേരക നാഡിയാണ്. സോറി, സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഏതാണ്? ഇന്റർന്യൂറോൺ ആണ്. സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ആരാണ്? ഇന്റർന്യൂറോൺ ആണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ പറയുന്നത് എന്താണ്? റിഫ്ലക്സ് ആർക്ക് എന്നാണ്. പ്രധാനമായും റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി സുഷുമ്നയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് എന്താണ്? സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. റിഫ്ലക്സ് ആക്ഷന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ്. ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സെറിബ്രൽ റിഫ്ലക്സ് എന്താ നോക്കാം.
സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് എന്ത്? സെറിബ്രൽ റിഫ്ലക്സ്. അപ്പൊ സെറിബ്രമാണ് സെറിബ്രൽ റിഫ്ലക്സിനെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സിനെ പറയുന്നത് എന്താണ്? സെറിബ്രൽ റിഫ്ലക്സ്. ഉദാഹരണത്തിന് കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നു. അതായത് നമ്മുടെ കണ്ണിലേക്ക് അത് ഭയങ്കരമായിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കൂലേ? അത് എന്തിന്റെ ഭാഗമായിട്ടാണ്? സെറിബ്രൽ റിഫ്ലക്സിന്റെ ഭാഗമായിട്ടാണ്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോൾ കണ്ണ് ചിമ്മുന്നു. അതും എന്താണ്? സെറിബ്രൽ റിഫ്ലക്സിന്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണിലേക്ക് ഒരു ഈച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്താൻ വേണ്ടി വരുമ്പോ ഒക്കെ നമ്മൾ പെട്ടെന്ന് കണ്ണടിക്കൂല. അത് എന്തുകൊണ്ടാണ്? ഈ സെറിബ്രൽ റിഫ്ലക്സ് കൊണ്ടാണ്. അപ്പൊ സെറിബ്രൽ റിഫ്ലക്സ് സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ്. ഉദാഹരണം, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നു. ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോൾ കണ്ണ് ചിമ്മുന്നു. ഇതൊക്കെ സെറിബ്രൽ റിഫ്ലക്സിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന. അപ്പൊ ഈ സുഷുമ്ന നട്ടെല്ലിനുള്ളിലും കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്താ നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന എന്താ ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രവർത്തനം എന്ന് നോക്കാം. നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. അപ്പൊ ഇപ്പൊ ഉണ്ടായ കുഞ്ഞുങ്ങളില്ലേ, അവരാണ് ഈ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സുഷുമ്ന നട്ടെല്ലിന്റെ അഗ്രം വരെയാണ്, അതായത് അങ്ങ് അറ്റം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒക്കെ എന്തായിരിക്കും? സുഷുമ്ന വെറും നമ്മുടെ നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ കാണുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. അതായത് നട്ടെല്ല് വളരുന്നതിനനുസരിച്ച്, അതായത് നമുക്ക് നീളം വെക്കുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. സുഷുമ്നയുടെ ശേഷിച്ച ഭാഗം നാഡികളുടെ കൂട്ടമായി കാണുന്നു. അപ്പൊ സുഷുമ്നയുടെ ശേഷിച്ച ഭാഗം ഏതാണ്? നാഡികളുടെ കൂട്ടമായാണ് കണക്കാക്കുന്നത്. അപ്പൊ നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന എന്ന് പറയുമ്പോൾ എന്താ? നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ കാണുകയുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളർന്നു വരുന്നില്ല. സുഷുമ്നയുടെ ശേഷിച്ച ഭാഗം നാഡികളുടെ കൂട്ടമായാണ് കാണുന്നത്. സുഷുമ്നയുടെ ശേഷിച്ച ഭാഗം നാഡികളുടെ കൂട്ടമായി കാണുന്നു. ഇനി മദ്യവും റിഫ്ലക്സും. മധ്യ മസ്തിഷ്കത്തിലെ ഏത് നാഡീപ്രേഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? ഗാമ അമിനോബ്യൂട്ടിക് ആസിഡിന്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അപ്പോ മധ്യ മസ്തിഷ്കത്തിലെ ഏത് നാഡീപ്രേഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നതെന്നാണ് ചോദിച്ചത്. ഏത് നാഡീപ്രേഷകമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിനാണ്. എന്നാൽ ഏത് നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് ഇത് തടസ്സപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഗാമ അമിനോബ്യൂട്ടിക് ആസിഡിനെയാണ്. മധ്യ മസ്തിഷ്കത്തിലെ ഗാമ അമിനോബ്യൂട്ടിക് ആസിഡിന്റെ പ്രവർത്തനത്തെയാണ് എന്ത് ത്വരിതപ്പെടുത്തുന്നത്. ഓക്കെ എന്ന് വിചാരിക്കണു. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇനി ശരീരത്തിലെ ഗാമ അമിനോബ്യൂട്ടിക് ആസിഡ് ഉയർന്ന അളവിലായാൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്ക പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നു. അതായത് മസ്തിഷ്കത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്ലോ ആവുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പയ്യെ ആയി പോകുന്നു. ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകുന്നു. ഇതൊക്കെയാണ് ശരീരത്തിൽ ഗാമ അമിനോബ്യൂട്ടിക് ആസിഡ് ഉയർന്ന അളവിലായാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അതായത് കൂടിയ പ്രശ്നമാണ്. ഒരു മിതതോതിൽ നിന്നേ പറ്റുള്ളൂ. കുറഞ്ഞാലും പ്രശ്നമായിരിക്കും, കൂടിയാലും പ്രശ്നമായിരിക്കും. മീഡിയം ലെവലിൽ നിൽക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകുന്നു. ഇതൊക്കെയാണ് കേട്ടോ. ഈ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതാ? ഒന്നാമത്തെ രോഗമാണ് അൽഷിമേഴ്സ്. അപ്പൊ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുക. കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ
ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതായത് മസ്തിഷ്കത്തിന്റെ നാഡീകലകളിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ കൂടിയാലും പ്രശ്നമാണ്. ഈ മുട്ട ധാരാളമായിട്ട് കഴിക്കുന്നവരിൽ ഉണ്ടാവുമല്ലോ, അവർക്ക് കാൽസ്യം കണ്ടന്റ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതും അത്രയ്ക്ക് നല്ലതല്ല. അതായത് എല്ലാം ഒരു മിത തോതിലേ പറ്റുള്ളൂ. ഒക്കെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം എന്താ അത് ഞാനിപ്പോ കാൽസ്യം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ പ്രോട്ടീൻ എന്ന് വിചാരിക്കുമ്പോൾ പലവരും വിചാരിക്കും ഒരു പ്രോട്ടീൻ കൂടുന്നത് കൊണ്ട് എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും ഈ വന്ന് അടിഞ്ഞു കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. അങ്ങനെ ഈ പ്രോട്ടീൻ വന്ന് കൂടുന്നത് കൊണ്ട് എന്താണ്? ഈ ന്യൂറോണുകളൊക്കെ നശിച്ചു പോകും. അതാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം. അൽഷിമേഴ്സ് പേഷ്യൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് മോഹൻലാലിന്റെ തന്മാത്ര സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ അൽഷിമേഴ്സ് രോഗികൾ എന്നുള്ളത്. ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. അതായത് എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. അതായത് നമ്മൾ സാധാരണ എന്താ എല്ലാ അടിസ്ഥാനപരമായിട്ട് അതായത് സാധാരണ ഓർമ്മകൾ പോലും കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. അതായത് ദിനചര്യകൾ പോലും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതായത് ബാത്റൂമിൽ പോകാനോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ അതൊക്കെ അവർ മറന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോകണം, രാവിലെ എണീക്കണം, പല്ല് തേക്കണം, ബാത്റൂമിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് മറക്കും. അതാണ്. അപ്പൊ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇതൊക്കെയാണ് അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇനി അടുത്ത രോഗം, രണ്ടാമത്തെ രോഗം എന്താണ്? പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് എന്താണ്? അതിന്റെ കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗ്ലാക്കിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇതാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം. എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗ്ലാക്കിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇതിന്റെ ലക്ഷണം എന്താണ്? ശരീര തുലന നില നഷ്ടപ്പെടുക. ഞാൻ പറഞ്ഞു ശരീരത്തിന്റെ ഒരു തുലനാവസ്ഥയുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്, അത് നഷ്ടമാകുന്നു. പിന്നെ പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗികളിൽ വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പാർക്കിൻസൺസ് എന്താ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശമാണ്, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗമാണ്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ശരീര തുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ഇതൊക്കെ. അടുത്ത രോഗമാണ് അപസ്മാരം. അപസ്മാരത്തിന് കാരണം എന്താ? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അതായത് തലച്ചോറിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഷോക്ക് വെക്കുന്ന പോലെ ഇങ്ങനെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് ഈ അപസ്മാരത്തിന് കാരണം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തുടരെയുള്ള പേശി സങ്കേചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകും. ഇതൊക്കെയാണ് എന്തിന്റെ? അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപസ്മാരം വന്നവർ ഇങ്ങനെ കടന്ന് പെടയും വായിന്ന് നുരയും പതയൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് അതിങ്ങനെ ഈ തലച്ചോറിലേക്ക് തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് തുടരെയുള്ള പേശി സങ്കേചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക. അപ്പൊ ഈ അപസ്മാരം വരുന്നവരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് താക്കോല് വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ? അത് താക്കോല് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് അത് മീൻസ് അത് നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് അവിടെ ഒരു അപസ്മാരം നിൽക്കൊന്നുമില്ല. പിന്നെ അത് എന്തിനാ വെച്ചു കൊടുക്കണേന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഊരായിരിക്കും ആ ഒരു സമയത്ത്. ഊരെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിരിക്കും. അപ്പൊ അതൊന്ന് നിയന്ത്രിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ ദണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ താക്കോലൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ താക്കോല് കയ്യിൽ വെച്ച് കൊടുത്തതിന്റെ പേരിൽ അപസ്മാരം നിൽക്കൊന്നുമില്ല. മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഒരു താക്കോൽ എടുത്തുകൊണ്ട് വെച്ചു, അത് ഉടനടി അപ്പൊ ഇരുമ്പാണ് ഇതിനുള്ള മാർഗം. ഇരുമ്പ് വെച്ച് കൊടുത്താൽ
ഇത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഇരുമ്പ് സാധനം അപസ്മാരം വന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഇരുമ്പ് കഷ്ണം വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഇരുമ്പ് എന്താ അയാളുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് അത് തലച്ചോറിലേക്ക് എത്തിയിട്ട് മതി പെടഞ്ഞത് എന്ന് പറഞ്ഞ് നിൽക്കുവോ? ഇല്ല. അത് എന്തിനാ അങ്ങനെ വെച്ച് കൊടുത്തിരുന്നത്? പണ്ട് കാലങ്ങളിൽ അങ്ങനെ വെച്ച് കൊടുത്തിരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ഈ സമയത്ത് ഇവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരൂല. അപ്പോൾ എന്താ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു അംശം എന്തെങ്കിലും വേറെ ഒന്നും വെച്ച് കൊടുക്കുക. ഇപ്പൊ ഒരു കുപ്പി ഗ്ലാസ് വെച്ച് കൊടുക്കാൻ പറ്റൂല, അവരത് ഞെരിച്ച് പൊട്ടിക്കും. ഒന്ന് ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ബോട്ടിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല, അത് ചുപ്പി ചുളിച്ച് കളയും അവർ. അത്രയ്ക്ക് ശക്തിയായിരിക്കും ആ ഒരു ടൈമില്. അപ്പൊ എന്താ ഇവർക്ക് ഇത് ആക്കാൻ കഴിയാത്ത, അത് നശിപ്പിക്കാൻ കഴിയാത്ത ആ ഒരു സംഭവത്തെ നിയന്ത്രിച്ചൊന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്താ ഈ പറയുന്ന ഇരുമ്പ് കയ്യിൽ വെച്ച് കൊടുത്താൽ ഒരു ആശ്വാസം, അതായത് അവരുടെ പെടച്ചിലിന് ഒരു ആശ്വാസം കിട്ടും. അല്ലാതെ ഇരുമ്പ് എന്താണ് കയ്യിൽ വെച്ച് കൊടുത്തതുകൊണ്ട് അപസ്മാരം നിൽക്കൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ആ പെടച്ചിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ലക്ഷണങ്ങൾ എന്താണ്? തുടരെ തുടരെയുള്ള പേശി സങ്കേശം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകും. ഇതൊക്കെയാണ് എന്താ എന്തിന്റെ ലക്ഷണങ്ങൾ? അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക് ഈ രോഗങ്ങളൊക്കെ. ഈ രോഗം ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി അൽഷിമേഴ്സ് നിങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചോണേ. അപ്പൊ ഒന്നാമത്തെ രോഗം അൽഷിമേഴ്സ്. അൽഷിമേഴ്സിന്റെ കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇനി അടുത്തത് രണ്ടാമത്തെ രോഗം ഏതാണ്? പാർക്കിൻസൺസ്. കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിലെ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുക. ഇനി അതിന്റെ ലക്ഷണം എന്താ? ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ഇനി അടുത്ത രോഗം ഏതാണ്? അപസ്മാരം. അപസ്മാരത്തിന്റെ കാരണം എന്താണ്? തലച്ചോറിലെ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ലക്ഷണങ്ങളാണ് തുടരെ തുടരെയുള്ള പേശി സങ്കേശം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതിയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി എന്താണ്? അബോധാവസ്ഥയിലാകും. ഇനി അടുത്തത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പേവിഷബാധ. പേവിഷബാധയും ഇതേപോലെ തന്നെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ്. പേവിഷബാധ എങ്ങനെ ഉണ്ടാവുന്നത്? പേവിഷബാധ നിങ്ങൾ വിചാരിക്കും പട്ടികളിൽ നിന്നിട്ടായിരിക്കും. ആണ്, പട്ടികളിൽ നിന്നും പേവിഷബാധ ഉണ്ടാവും, പൂച്ചകളിൽ നിന്ന്, വവ്വാല്, അണ്ണാന്, കുരങ്ങ്, ഇതിൽ നിന്നൊക്കെ എന്താണ് പേവിഷബാധ ഉണ്ടാവും. അല്ലാതെ പട്ടികൾ മാത്രമല്ല ഈ ഒരു സംഭവം പരത്തുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ത്? പേവിഷബാധ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡി. അപ്പൊ സയാറ്റിക് നാഡിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡിയാണ്. എന്താ എന്താണ് 10 ശിരോനാഡികളാണ് കേട്ടോ ഉള്ളത്. ഞാനൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ. അല്ല സോറി, 10ാം ശിരോനാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡിയാണ്. അത് 10ാമത്തെ ശിരോനാഡിയാണ് ഈ പറയുന്ന വാഗസ് നാഡി കേട്ടോ. അപ്പൊ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. അതായത് റാബിസ് എന്ന് പറയുന്ന അണു മൃഗങ്ങളിലേക്ക് പടരുകയും അത് എന്താ ആ റാബിസ് എന്ന് പറയുന്ന അണു മനുഷ്യരിലേക്ക്, അതായത് നമ്മളെ കടിച്ച ഈ റാബിസ് രോഗമുള്ള എന്താണ് ജന്തുക്കൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരിലേക്ക് പകരുകയും എന്താണ് കൃത്യസമയത്ത് അതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്ന, അതായത് ഇത് വേറെ ഒരു എന്താണ് ഇത്, അതായത് പേ ഇളകി കഴിഞ്ഞാൽ, പേ ഇളകാന്ന് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പേ ഇളകി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കൂല. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ടെങ്കിൽ സമയാസമയം അതിന് വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിനെ സംരക്ഷിക്കുക, അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണ് അതിന് നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പല ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ട്. ഇപ്പോൾ എന്താണ്
കുഞ്ഞുങ്ങളൊക്കെ വീട്ടുകാരെ പേടിച്ചിട്ട് പൂച്ചയോ പട്ടിയോ എങ്ങാനും കടിക്കുന്ന സമയത്ത് പറയൂല. പക്ഷെ പൂച്ചയ്ക്കോ പട്ടിക്കോ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ എന്താണ് അത് ഇവരുടെ ഇവർക്ക് വിഷബാധ ഇതേപോലെ ഏൽക്കാനുള്ള കാരണമാകുന്നു. അപ്പം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പേവിഷബാധ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സ്കയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. 10ാം ശിരോനാഡിയാണ് ഈ വാഗസ് നാഡി എന്ന് പറയുന്നത്. ഇനി ചില പ്രധാന പുസ്തകങ്ങളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സിഗ്മണ്ട് ഫ്യൂറിഡ്. അതായത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? സിഗ്മണ്ട് ഫ്യൂറിഡ് ആണ്. പിന്നെ ഒരു മിനിറ്റ്, ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്ന പുസ്തകവും ഐ ടു ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പുസ്തകവും എഴുതിയത് ആരാ? വർഗീസ് കുര്യൻ ആണ്. ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആൻഡ് ഐ ടു ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ എഴുതിയത് വർഗീസ് കുര്യൻ ആണ്. പിന്നെ വൺ ലൈഫ് ദി സെക്കൻഡ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ എഴുതിയത് ആരെയാണ്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. വൺ ലൈഫും പിന്നെ ദി സെക്കൻഡ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകവും എഴുതിയത് ആരാ? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. ഇനി വേറെ പുസ്തകങ്ങള്, നിശബ്ദ വസന്തം റേച്ചൽ കേഴ്സൺ ആണ്. പിന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരാ? മസനോവ ഫുക്കുവോക്ക. ഒരു കുരുവിയുടെ പതനം സലീം അലി. അലയുന്ന തൂവലുകൾ A.O. ഹ്യൂമ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് അരിസ്റ്റോട്ടിൽ. ബയോളജിയുടെ പിതാവാണ് അരിസ്റ്റോട്ടിൽ കേട്ടോ. അപ്പൊ നിശബ്ദ വസന്തമാരാണ്? റേച്ചൽ കേഴ്സൺ. ഒറിജിൻ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ. ഒറ്റ വൈക്കോൽ വിപ്ലവം മസനോവ ഫുക്കുവോക്ക. ഒരു കുരുവിയുടെ പതനം സലീം അലി. അലയുന്ന തൂവലുകൾ A.O. ഹ്യൂമ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് അരിസ്റ്റോട്ടിൽ. ഇതൊക്കെ ബയോളജി അത് നാച്ചുറൽ സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓരോ പുസ്തകങ്ങളുടെ പേരുകളും അത് എഴുതിയ രചയിതാവുകളുമാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആരാണ്? സിഗ്മണ്ട് ഫ്യൂറിഡ്. ആൻ അൺഫിനിഷ്ഡ് ഡ്രീം വർഗീസ് കുര്യൻ. ഐ ടു ഹാവ് എ ഡ്രീമും വർഗീസ് കുര്യൻ ആണ്. വൺ ലൈഫും ദി സെക്കൻഡ് ലൈഫും ക്രിസ്ത്യൻ ബെർണാഡ്. പിന്നെ നിശബ്ദ വസന്തം റേച്ചൽ കേഴ്സൺ. ഒറിജിനൽ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ. ഒറ്റ വൈക്കോൽ വിപ്ലവം മസനോവ ഫുക്കുവോക്ക. പിന്നെ ഒരു കുരുവിയുടെ പതനം സലീം അലി. അലയുന്ന തൂവലുകൾ A.O. ഹ്യൂമ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് അരിസ്റ്റോട്ടിൽ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ മസ്തിഷ്കം എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മസ്തിഷ്കത്തെ പറ്റിയിട്ടുള്ള നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? മസ്തിഷ്കത്തിന്റെ പല ഭാഗങ്ങൾ പഠിച്ചു, പല നാഡീ വ്യവസ്ഥകൾ പഠിച്ചു. ഇതെല്ലാം മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ഏതായിരുന്നു? സെറിബം, സെറിബെല്ലം, എന്താണ് തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കേറ്റ. ഇവയൊക്കെയാണ് മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. അപ്പം എന്താണ് മെനിഞ്ചസിന് ബാധിക്കുന്ന അണുബാധ ഏതാ? മെനിഞ്ചൈറ്റിസ് ആണ്. പിന്നെ കപാലം എത്രയുണ്ട്? കപാലത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാ? 8 അസ്ഥികളോളം വരുന്നുണ്ട്. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാ? 1400 ഗ്രാമോളമാണ് വരുന്നത്. കപാലത്തെ കുറിച്ചുള്ള പഠനം എന്താ? ക്രിനോളജി. മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ളതാണെങ്കിലോ ഫ്രിനോളജി. ഇതൊക്കെയാണ്. പിന്നെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? മസ്തിഷ്കമാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞിരുന്നത്? സെറിബ്രൽ സ്പൈനൽ ദ്രവം. സെറിബ്രൽ സ്പൈനൽ ദ്രവം എന്താ ചെയ്യുന്നത്? മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രൽ സ്പൈനൽ ദ്രവം. ഇതെന്താ ചെയ്യുന്നത്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ പിന്നെന്താ ഓക്സിജന് എന്നിവയൊക്കെ നൽകുന്നത് ആരാണ്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മാത്രമല്ല മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് വലിയ വലിയ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ആരാണ്? ഈ സെറിബ്രൽ സ്പൈനൽ ദ്രവമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? സെറിബ്രത്തെ പറ്റിയിട്ട് പഠിക്കേണ്ടായി. മാത്രമല്ല പക്ഷാഘാതത്തിനുള്ള കാരണം എന്തായിരുന്നു? സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും കൂടെ ഒന്നിച്ചു വരുന്നതാണ് പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നത്. അതിൽ സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയായിരുന്നു. പിന്നെ മാത്രമല്ല പിന്നെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ കട്ട പിടിക്കുന്നത് സെറിബ്രൽ ത്രോംബോസിസ് കൊണ്ടാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മസ്തിഷ്കത്തിന്റെ ആദ്യ മെയിൻ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് സെറിബ്രത്തെ പറ്റിയിട്ടാണ്. അതായത് മസ്തിഷ്കത്തിലെ ഓരോ പാർട്ടുകളും എടുത്തു പഠിച്ചു. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്.
പിന്നെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. നമ്മുടെ ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി ഇതൊക്കെ സെറിബ്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. പിന്നെ എന്തായിരുന്നു പഠിച്ചേ? ധാരാളം മടക്കുകളും ചുളിവുകളും കാണുന്നത് സെറിബ്രത്തിലാണെന്ന് പഠിച്ചു. പിന്നെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗം ഏതായിരുന്നു? ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്ന ഭാഗമായിരുന്നു. പിന്നെ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രം തെളിയുന്നത് എന്തുകൊണ്ടായിരുന്നു? അത് സെറിബ്രത്തിലെ ഒരു ഭാഗം കൊണ്ടാണ്. ആ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? വെർണിക്സ് ഏരിയ. പിന്നെ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഏതായിരുന്നു? കോർട്ടെക്സ്. ആന്തരഭാഗം മെഡുലയായിരുന്നു. ഈ സെറിബെല്ലം എന്ന് പറയുകയാണെങ്കിൽ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു. ലിറ്റിൽ ബ്രെയിൻ എന്നും കൂടെ എന്താണ് സെറിബെല്ലം അറിയപ്പെടുന്നു. പിന്നെ എന്താണ് സെറിബ്രത്തിന്റെ താഴെ 2 ദളങ്ങളായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ സെറിബെല്ലം കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളും ഉള്ളത് എവിടെയാണ്? സെറിബെല്ലത്തിലാണ്. പക്ഷെ സെറിബ്രത്തിൽ എന്താണുള്ളത്? ചുളിവുകളും മടക്കുകളുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. പിന്നെ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും സെറിബെല്ലമാണ്. മദ്യം ഡ്രിങ്ക്സ് ബാധിക്കുന്നതും എവിടെയാണ്? ഈ സെറിബെല്ലത്തിലാണ്. തലാമസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താ? മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നതും തലാമസിലാണ്. പിന്നെ നിദ്രാവേളയിൽ സെറിബെല്ലത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നതും ആരാണ്? ഈ പറയുന്ന തലാമസ് ആണ്. പിന്നെ മെഡുല ഒബ്ലാങ്കേറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഐച്ഛിക പ്രവർത്തനങ്ങളായിരുന്നു ആരായിരുന്നു? സെറിബ്രം ആയിരുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് അത് നിയന്ത്രിക്കുന്നത്? മെഡുല ഒബ്ലാങ്കേറ്റ ആയിരുന്നു നിയന്ത്രിക്കുന്നത്. പിന്നെ ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നതും ആരായിരുന്നു? ഈ പറഞ്ഞ മെഡുല ഒബ്ലാങ്കേറ്റ ആയിരുന്നു. പിന്നെ ഹൃദയം, സ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ ആയിരുന്നു. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്താണ്? ദണ്ഡാകൃതിയിലായിരുന്നു മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ഹൈപ്പോതലാമസിനെയാണ് നമ്മൾ പഠിച്ചത്. ഹൈപ്പോതലാമസിനെ പറ്റി എന്തായിരുന്നു പറഞ്ഞത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമായിരുന്നു. പിന്നെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും വിശപ്പും ദാഹവും ലൈംഗികാസക്തിയും ഒക്കെ നിയന്ത്രിക്കുന്നതും പിന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഒക്കെ ഏതായിരുന്നു? ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആയിരുന്നു. സുഷുമ്നാ നാഡിയാണെങ്കിലും മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന നാഡിയാണ് സുഷുമ്നാ നാഡി. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം എന്ന് പറയുന്നത് ന്യൂറൽ കനാൽ ആണ്. പിന്നെ സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ഈ സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ്? മെനിഞ്ചസ് ആണ് കേട്ടോ. പിന്നെ നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആരാണ്? ഈ സുഷുമ്നയാണ്. പിന്നെ സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയെ പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? ഞാൻ പറഞ്ഞു ഡോർസൽ റൂട്ടിൽ. ഒരു സംഭവം അടുത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഡോറ് തുറക്കണം. അപ്പൊ അത് ഡോർസൽ റൂട്ടിലൂടെ. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ? വെൻട്രൽ റൂട്ടിലൂടെ. പുറത്തേക്ക് വെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകും. അപ്പം പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെ. ശരീരത്തെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സുഷുമ്നാ നാഡിയാണ്. ഇനി റിഫ്ലക്സ് പ്രവർത്തനം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്സ് പ്രവർത്തന ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്ന് പറഞ്ഞാല് ആവേഗങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ്? ഗ്രാഹിയിലാണ്. ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? സംവേദ നാഡിയാണ്. എന്നാല് എന്താണ് സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? പ്രേരക നാഡിയാണ്. പിന്നെ എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? റിഫ്ലക്സ് ആർക്ക് എന്നാണ്. റിഫ്ലക്സ് ആക്ഷന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇത്. പിന്നെ നമ്മൾ വേറെ എന്താ പഠിച്ചത്? എന്താണ്? കുറച്ച് രോഗങ്ങൾ പഠിച്ചിരുന്നു അല്ലെ? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയായിരുന്നു? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, പിന്നെ ബാധിക്കുന്ന ഒന്നാണ് പേവിഷബാധ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ പഠിച്ചിരുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ എന്താണ് ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. 10ാം ശിരോനാഡിയാണ് ഈ വാഗസ് നാഡി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്താണ്? ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മളെല്ലാം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.